ഹായ് ഗൈസ്, വെൽക്കം ടു കാനല ലേണിംഗ്സ്. സോ നമ്മൾ റിവിഷൻ ആലേ നോക്കിക്കൊണ്ടിരുന്നത്. ഫസ്റ്റ് സെഷനിൽ നമ്മൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വരെ തീർത്തു. അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് തീർത്തില്ല, പീനിയൽ ഗ്ലാൻഡ് വരെ തീർത്തു. ഇനി നമുക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് തൊട്ടിട്ട് ബാക്കിയുള്ള ഹോർമോൺസ് ഒക്കെ നോക്കണം. സോ നോക്കിയാലോ? നോക്കാം. നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് രണ്ട് ലോബ് ഉണ്ട്, ആന്റീരിയർ ലോബും പോസ്റ്റീരിയർ ലോബും അല്ലേ? ആന്റീരിയർ ലോബിൽ നിന്ന് ഹോർമോൺസ് വരുന്നുണ്ട്, പോസ്റ്റീരിയർ ലോബിൽ നിന്ന് ഹോർമോൺസ് വരുന്നുണ്ട് അല്ലേ? ഇനി ആന്റീരിയർ ലോബിലുള്ള ഹോർമോൺസിനെ നമ്മൾ എന്ത് വിളിക്കും? ട്രോപ്പിക് ഹോർമോൺസ് എന്ന് വിളിക്കും. എന്തുകൊണ്ടാ? അത് ബാക്കിയുള്ള ഗ്ലാൻഡുകളെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട്. അതായത് ആന്റീരിയർ ലോബിലുള്ള ഹോർമോൺസ് ബാക്കിയുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡുകളെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ത് വിളിച്ചു? ട്രോപ്പിക് ഹോർമോൺസ് എന്ന് വിളിച്ചു അല്ലേ? നമുക്ക് ആ ട്രോപ്പിക് ഹോർമോൺസിനെ കുറിച്ചിട്ടൊക്കെയാണ് നോക്കേണ്ടത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ TSH അഥവാ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇത് ആര് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്? നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിന്റെ ആക്ടിവിറ്റിനെ. അതായത് TSH പിറ്റ്യൂട്ടറിന്റെ ആന്റീരിയർ ലോബിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്ന് എന്ത് സെക്രീറ്റ് ചെയ്യുക? തൈറോക്സിനും കാൽസിറ്റോണിനും. ഓക്കെ, അടുത്തതാണ് ആര്? ACTH അഥവാ അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ. ഇത് ആരെ സ്റ്റിമുലേറ്റ് ചെയ്യുക? നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിന്റെ കോർട്ടെക്സിനെ. നമുക്കറിയാം അഡ്രിനൽ ഗ്ലാൻഡിന്റെ കോർട്ടെക്സിൽ നിന്ന് ഏതൊക്കെ ഹോർമോൺ ഉണ്ടാക്കിയത്? കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, സെക്സ് ഹോർമോൺ. ഓക്കെ അല്ലേ? ഇവരെ സെക്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരെ സ്റ്റിമുലേറ്റ് ചെയ്യണം? അഡ്രിനൽ കോർട്ടെക്സിനെ. അത് ആര് ചെയ്തോളും? നമ്മുടെ ACTH ചെയ്തോളും. ആരുണ്ടാക്കി ACTH? ആന്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി. ഓക്കെ, ഇനി അടുത്തതാരാ? ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ അഥവാ GTH. എന്താ ഇതിന്റെ ഫംഗ്ഷൻ? നമ്മുടെ മെയിലുള്ള പ്രൈമറി സെക്സ് ഓർഗൻ ആയിട്ടുള്ള ടെസ്റ്റിസിനെയും ഫീമെയിലുള്ള പ്രൈമറി സെക്സ് ഓർഗൻ ആയിട്ടുള്ള ഓവറിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുക. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് വിളിച്ചത്? ആരാണോ ഗാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് വിളിക്കുക. മെയിലുള്ള ടെസ്റ്റിസിനെയും അതുപോലെ തന്നെ ഫീമെയിലുള്ള ഓവറിനെയും ആര് സ്റ്റിമുലേറ്റ് ചെയ്യും? ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ. അടുത്തതാരാ? ഗ്രോത്ത് ഹോർമോൺ അഥവാ സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ. ഓക്കെ അല്ലേ? ഇത് ആര് സ്റ്റിമുലേറ്റ് ചെയ്യും? നമ്മുടെ ബോഡീന്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോണാണ് ആര്? നമ്മുടെ സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ. അടുത്തതാരാ? പ്രൊലാക്റ്റിൻ. എന്താ പ്രൊലാക്റ്റിന്റെ ഫംഗ്ഷൻ? പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്. എന്താ ഇത്? നമുക്കറിയാം ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ കുഞ്ഞിന് ഫീഡ് ചെയ്യണം അല്ലേ? മാമറി ഗ്ലാൻഡിൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു അമ്മേന്റെ ബോഡിയിലെ മാമറി ഗ്ലാൻഡിൽ മിൽക്ക് പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ഏത് ഹോർമോൺ വേണം? പ്രൊലാക്റ്റിൻ വേണം. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ ആന്റീരിയർ ലോബിലുള്ള ഹോർമോൺ. ഇതിലെ സൊമാറ്റോട്രോപ്പിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കണം. നമുക്കറിയാം എന്താ സൊമാറ്റോട്രോപ്പിന്റെ പരിപാടി? ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക. എപ്പോ? ഗ്രോത്ത് ഫേസിൽ, വളർച്ചാ കാലഘട്ടത്തിൽ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോണാണ് ആര്? നമ്മുടെ സൊമാറ്റോട്രോപ്പിൻ അല്ലേ? സൊമാറ്റോട്രോപ്പിന്റെ അളവ് ഗ്രോത്ത് ഫേസിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളർച്ച ഉണ്ടാവുമോ? ഇല്ല. നമ്മൾ എന്തായി പോവും? ഡ്വാർഫ് ആയി പോവും. അല്ലെങ്കിൽ അതിനെന്ത് വിളിക്കും? ഡ്വാർഫിസം എന്ന് വിളിക്കും. എന്നാൽ ഗ്രോത്ത് ഫേസിൽ സൊമാറ്റോട്രോപ്പിന്റെ അളവ് കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്താവും? ജൈജന്റ് ആവും. നമുക്ക് ഗ്രോത്ത് കൂടിപ്പോവും. ഓക്കെ, അതാണ് ജൈജാൻഡിസം എന്ന് വിളിക്കുന്നത്. ഗ്രോത്ത് ഫേസിൽ സൊമാറ്റോട്രോപ്പിന്റെ അളവ് കൂടി കഴിഞ്ഞാൽ ജൈജന്റ് ആവും, അല്ലെങ്കിൽ ഗ്രോത്ത് ഫേസിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഡ്വാർഫ് ആവും. ഓക്കെ അല്ലേ? ഈ സിറ്റുവേഷൻ നമ്മൾ ജൈജാൻഡിസം അതുപോലെ തന്നെ ഡ്വാർഫിസം എന്ന് പേരിട്ട് വിളിച്ചത്. ഓക്കെ, ഇനി ഗ്രോത്ത് ഫേസിന്റെ ശേഷം, വളർച്ചാ കാലഘട്ടത്തിന്റെ ശേഷം നമ്മുടെ ബോഡിയിൽ സൊമാറ്റോട്രോപ്പിന്റെ അളവ് കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്രോത്ത് പ്രൊപ്പോർഷണൽ ആയിട്ടാണോ നടക്കുക? അല്ല, ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഇറഗുലർ ആയിട്ട് ഗ്രോത്ത് നടക്കും. ഏതുപോലെ എന്നറിയോ? നമ്മുടെ ഫേസിലുള്ള ബോണിന്റെ ലെങ്ത് കൂടുക, അതുപോലെ തന്നെ ജോന്റെ ലെങ്ത് കൂടുക, ജോ ബോണിന്റെ ലെങ്ത് കൂടുക, അതുപോലെ തന്നെ ഫിംഗറിന്റെ ലെങ്ത് കൂടുക. ഇതൊക്കെ എക്സസീവ് ആയിട്ട് ഗ്രോത്ത് നടക്കും. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ പോസ്റ്റീരിയർ ലോബിൽ വരുന്ന ഹോർമോൺസാണ്. നമ്മൾ ആന്റീരിയർ ലോബ് തീർത്തു അല്ലേ? ഇനി പോസ്റ്റീരിയർ ലോബിൽ മെയിൻലി രണ്ട് ഹോർമോൺസ് ഉണ്ട്, ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഇത് ആരാണ് സിന്തസൈസ് ചെയ്തത്? ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഹോർമോണാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഇത് എവിടെയാ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? നമ്മുടെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ, അല്ലെങ്കിൽ പിറ്റ്യൂട്ടറിന്റെ പോസ്റ്റീരിയർ ലോബിൽ. ആരാ സിന്തസൈസ് ചെയ്തത്? ഹൈപ്പോതലാമസ്. എവിടെ സ്റ്റോർ ചെയ്ത് വെക്കും? പിറ്റ്യൂട്ടറിയിൽ. എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ സമയത്ത് പിറ്റ്യൂട്ടറിന്ന് സെക്രീറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, നമുക്ക് ഓക്സിറ്റോസിനെ വാസോപ്രസിനെ കുറിച്ച് നോക്കാം. ഓക്സിറ്റോസിനെ കുറിച്ചിട്ട് ആദ്യം നോക്കാം. ഓക്സിറ്റോസിന്റെ ഫംഗ്ഷൻ കൊടുത്തു നോക്കി. ഫെസിലിറ്റേറ്റ് ചൈൽഡ് ബർത്ത് ബൈ സ്റ്റിമുലേറ്റിംഗ് ദ കോൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽ ഇൻ ദ യൂട്രൈൻ വാൾ. ഒരു അമ്മ കുഞ്ഞിന് ഡെലിവറി നൽകുകയാണെന്ന് വിചാരിച്ചോ. ആ സമയത്ത് പിറ്റ്യൂട്ടറിന്റെ പോസ്റ്റീരിയർ ലോബിൽ നിന്നും ഓക്സിറ്റോസിൻ ബ്ലഡിലോട്ട് വരും. ആ സമയത്ത് അമ്മേന്റെ യൂട്രസിലുള്ള വാളിലുള്ള സ്മൂത്ത് മസിൽസ് കൺട്രാക്ട് ചെയ്യുള്ളൂ. റിതമിക് കൺട്രാക്ഷന്റെ ഫലമായിട്ടാണ് എന്ത് നടക്കുന്നത്? ഡെലിവറി നടക്കുന്നത്. ഡെലിവറി നടക്കണമെങ്കിൽ ഏത് ഹോർമോൺ വേണം? ഓക്സിറ്റോസിൻ വേണം. ഓക്കെ അല്ലേ? അതുപോലെ അടുത്തതാരാ നോക്കി. ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ ഓക്സിറ്റോസിൻ ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ട്, ലാക്ടേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാം. എന്താ ലാക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞിന് മിൽക്ക് കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ മൗത്തിലോട്ട് മിൽക്ക് വരണമെന്നുണ്ടെങ്കിൽ, മാമറി ഗ്ലാൻഡിൽ നിന്ന് മിൽക്ക് ഊസ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്സിറ്റോസിൻ വേണം. നമ്മൾ നേരത്തെ പറഞ്ഞു മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഏത് ഹോർമോൺ വേണം? പ്രൊലാക്റ്റിൻ. എന്നാൽ മിൽക്ക് ഊസ് ഔട്ട് ചെയ്യാൻ ഏത് വേണം? ഓക്സിറ്റോസിൻ വേണം. ഓക്കെ അല്ലേ? ഫെസിലിറ്റേറ്റ് ലാക്ടേഷൻ എന്ന ഫംഗ്ഷൻ ആരാ ചെയ്യുന്നത്?
ഓക്സിറ്റോസിൻ. ആരാ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? പ്രൊലാക്റ്റിൻ. ഓക്കെ, ഇനി അടുത്തതാരാ? വാസോപ്രസിൻ. വാസോപ്രസിനെ നമ്മൾ വേറൊരു പേരും കൂടെ ഇട്ട് വിളിച്ചു, എന്താ? ADH അഥവാ ആന്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന് വിളിച്ചു. ഓക്കെ അല്ലേ? ഇനി എന്താ ഇതിന്റെ ഫംഗ്ഷൻ? നമ്മുടെ ബോഡിയിലുള്ള വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യുക. അതും എങ്ങനെ? യൂറിൻ ഫോർമേഷന്റെ സമയത്ത് നമുക്കറിയാം നമ്മുടെ ബ്ലഡ് ഫിൽട്ടർ ചെയ്യുന്ന ആളാണ് ആര്? കിഡ്നി അല്ലേ? സോ കിഡ്നി ബ്ലഡ് ഫിൽട്ടർ ചെയ്തിട്ടാണ് യൂറിൻ ഫോം ചെയ്യുക, അത് നമുക്കറിയാം. ഈ സമയത്ത് നമ്മുടെ യൂറിനിൽ എങ്ങാനും എക്സസ് ആയിട്ട് വാട്ടർ ഉണ്ടേനും അതുപോലെ നമ്മുടെ ബ്ലഡിൽ വാട്ടറിന്റെ അളവ് കുറവാണെങ്കിൽ ആ വാട്ടറിനെ യൂറിൻ നിന്ന് ബ്ലഡിലോട്ട് റീഅബ്സോർബ് ചെയ്യിപ്പിക്കണ്ടേ? അതായത് യൂറിൻ ഫോർമേഷന്റെ സമയത്ത് കിഡ്നിയിലോട്ട് വരുന്ന വാട്ടർ എല്ലാം യൂറിനിലൂടെ പുറത്തോട്ട് പോകാൻ പാടുണ്ടോ? ഒരിക്കലുമില്ല. ആവശ്യത്തിനുള്ള വാട്ടർ നമ്മുടെ ബോഡിയിൽ നിർത്തിയതിന് ശേഷം മാത്രമേ എക്സസ് ആയിട്ടുള്ളത് റിമൂവ് ചെയ്യുള്ളൂ. ഓക്കെ അല്ലേ? സോ ആ വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആര് നമ്മളെ ഹെൽപ്പ് ചെയ്യും? ADH അഥവാ വാസോപ്രസിൻ അഥവാ ആന്റി ഡയൂററ്റിക് ഹോർമോൺ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി നോക്കി എങ്ങനെയാണ് വാട്ടർ ലെവൽ ബാലൻസ് ചെയ്യുന്നത് അഥവാ വാസോപ്രസിൻ എങ്ങനെ ഈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു നോക്കണം. ഓക്കെ, നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ട് നോർമൽ ലെവലായിരുന്നു നമ്മുടെ ബ്ലഡിൽ ഉണ്ടായിരുന്ന വാട്ടർ. സപ്പോസ് വാട്ടർ ലെവൽ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ വാസോപ്രസിന്റെ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യും. കാരണം വാസോപ്രസിൻ കൂടിക്കഴിഞ്ഞാൽ റീഅബ്സോർപ്ഷനും കൂടും. ഓക്കെ, വാസോപ്രസിൻ കൂടിക്കഴിഞ്ഞാൽ റീഅബ്സോർപ്ഷൻ കൂടും. എവിടെ നിന്ന്? നമ്മുടെ കിഡ്നിയിൽ നിന്ന് ബ്ലഡിലോട്ടുള്ള വാട്ടർ. നമ്മുടെ ബോഡിയിൽ എക്സസ് ആയിട്ട് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ അത് പിന്നെ റീഅബ്സോർബ് ചെയ്ത് തിരിച്ച് ബ്ലഡിലോട്ട് കൊണ്ടുവരണോ? വേണ്ട, യൂറിനിലൂടെ എലിമിനേറ്റ് ചെയ്യാം, പോരെ? സോ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വാസോപ്രസിന്റെ അളവ് ആവശ്യത്തിൽ കൂടണ്ട, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കുറയും, ഡിഗ്രീസ് ആവും. ആ സമയത്ത് എന്താ സംഭവിക്കുക? നമ്മുടെ യൂറിന്റെ അളവ് കൂടും. ഓക്കെ, അപ്പൊ നമ്മുടെ ബോഡിയിലുള്ള വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. എങ്ങനെ? ബ്ലഡിലുള്ള വാട്ടർ എക്സസ് ആയിട്ട് വരുന്ന വാട്ടർ യൂറിനിലൂടെ പുറത്തോട്ട് പോകും. ഇനി സപ്പോസ് നമ്മുടെ നോർമൽ ലെവലിനേക്കാളും ഡിഗ്രീസ് ആയി വാട്ടർ ലെവൽ എന്ന് വിചാരിച്ചു. സപ്പോസ് നമ്മുടെ ബ്ലഡിലുള്ള വാട്ടർ നോർമൽ ലെവലിനേക്കാളും കുറവാണെന്ന് വിചാരിച്ചോ. ആ സമയത്ത് നമ്മുടെ വാസോപ്രസിന്റെ പ്രൊഡക്ഷൻ എന്താവും? കൂടും. വാസോപ്രസിന്റെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് കിഡ്നിയിൽ നിന്നും ബ്ലഡിലോട്ടുള്ള റീഅബ്സോർപ്ഷൻ എന്താവും? കൂടും. സോ അങ്ങനെ നമ്മുടെ വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? വാസോപ്രസിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ടെസ്റ്റിസിനെയും അതുപോലെ തന്നെ ഫീമെയിലുള്ള ഓവറിനെയും കുറിച്ചിട്ടാണ്. നമുക്കറിയാം മെയിലുള്ള ടെസ്റ്റിസ് ആണെന്ത്? പ്രൈമറി സെക്സ് ഓർഗൻ. ഈ ടെസ്റ്റിസിൽ നിന്നാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മെയിലിലെ പ്രൈമറി ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോൺ. ഇനി അതുപോലെ ഓവറിയിലും ഉണ്ട് എന്ത്? ഹോർമോൺസ്. ഓവറി ആണ് എന്ത്? പ്രൈമറി സെക്സ് ഓർഗൻ ഇൻ ഫീമെയിൽ അല്ലേ? സോ ഈ ഓവറിൽ നിന്ന് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാ? ഈസ്ട്രോജനും പ്രൊജസ്റ്ററോണും. സോ നമുക്ക് ഈസ്ട്രോജനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്ട്, പ്രൊജസ്റ്ററോണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്ട്, മെയിലുള്ള ടെസ്റ്റോസ്റ്റിറോണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്ട്. ഓക്കെ, മെയിലുള്ള ടെസ്റ്റോസ്റ്റിറോണിന്റെ ഫംഗ്ഷൻ എന്താ നോക്കിയേ? കൺട്രോൾ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ. അതായത് നമുക്കറിയാം മെയിലിന് താടി മീശയൊക്കെ വരും അല്ലെ, അല്ലെങ്കിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് കുറയുണ്ട്. അതായത് വോയിസ് ഭയങ്കര ഹാർഷ് ആവുക, പിച്ച് ഭയങ്കര കുറയുക, അതുപോലെ തന്നെ ജെനാറ്റൽ ഏരിയാസിലൊക്കെ ഹെയർ വരിക. സോ ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ ചേഞ്ച് മെയിലിനുണ്ട്. ഈ ചേഞ്ച് കൺട്രോൾ ചെയ്യുന്നത് ആരാ? ഈ പറയുന്ന ടെസ്റ്റോസ്റ്റിറോൺ. ഓക്കെ, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ കൺട്രോൾ ചെയ്തത് ആരാണ്? ടെസ്റ്റോസ്റ്റിറോൺ. അതുപോലെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗന്റെ ഗ്രോത്ത്, അതുപോലെ തന്നെ സ്പേം പ്രൊഡക്ഷൻ, മെയിലിലെ ഗാമീറ്റ് ആയിട്ടുള്ള സ്പേം പ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യുക, അതുപോലെ തന്നെ മെയിലിന്റെ സെക്സ് ഓർഗൻസിനൊക്കെ ഡെവലപ്മെന്റ് കൊടുക്കുക. ഇതൊക്കെ ആര് ചെയ്തോളും? ടെസ്റ്റോസ്റ്റിറോൺ ചെയ്തോളും. അടുത്തതാരാ? നമ്മുടെ ഫീമെയിലുള്ള ഈസ്ട്രോജനും പ്രൊജസ്റ്ററോണും. ആദ്യം ഈസ്ട്രോജൻ നോക്കാം. നോക്കിയേ, കൺട്രോൾ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ ഇൻ ഫീമെയിൽ. അതായത് ഫീമെയിലുള്ള സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുക. അതുപോലെ ഓവുലേഷൻ. എന്താ ഓവുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓവറിയിൽ നിന്നും ഓവം മെച്ചുവർ ആയിട്ട് അത് പുറത്തോട്ട് ഇറങ്ങും. പുറത്തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെലോപ്പിയൻ ട്യൂബിലോട്ട് ഓവം റിലീസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ഓവുലേഷൻ എന്ന് പറയാം. അവിടെ വെച്ചിട്ടാണ് എന്ത് നടക്കുക? ഫെർട്ടിലൈസേഷൻ നടക്കുക. സോ ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ ഓവുലേഷൻ നടക്കണം, വേണ്ടേ? സോ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് ആര്? നമ്മുടെ ഈസ്ട്രോജൻ. അതുപോലെ തന്നെ മെൻസ്ട്രൽ സൈക്കിൾ കൺട്രോൾ ചെയ്യുക. സപ്പോസ് ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ ആ ഓവം എന്ത് ചെയ്യും? ഡീഗ്രേഡ് ചെയ്യും. അതുപോലെ തന്നെ യൂട്രസിന്റെ വോളൊക്കെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്തിന്? ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ട്. സോ അതൊന്നും എന്തായില്ല? യൂസ്ഫുൾ ആയില്ല. ഇനി അതൊക്കെ കൂടെ എന്ത് ചെയ്യും? ഡീഗ്രേഡ് ചെയ്തിട്ട് ബ്ലീഡിംഗ് ആയിട്ട് പുറത്തോട്ട് വരും. അതിനല്ല മെൻസ്ട്രുവേഷൻ എന്ന് പറയാം. സോ ഈ മെൻസ്ട്രുവേഷൻ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈസ്ട്രോജൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതാരാ? പ്രൊജസ്റ്ററോണിന്റെ ഫംഗ്ഷൻ നോക്കിയേ, കൺട്രോൾ ഓവുലേഷൻ. നമ്മൾ പറഞ്ഞു ഓവുലേഷൻ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈസ്ട്രോജൻ മാത്രമല്ല പ്രൊജസ്റ്ററോണും ഉണ്ട്. ഇനി പ്രൊജസ്റ്ററോൺ ഈസ്ട്രോജനും മാത്രമല്ല വേറെയും കുറെ ഹോർമോൺസ് ഉണ്ട്, ലൂട്ടിലൈസിങ് ഹോർമോൺ, ഇങ്ങനെ ഒരുപാട് ഹോർമോൺസ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഓർത്ത് വെക്കുക, ഓവുലേഷന് വേണ്ടിയിട്ട് ആരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? പ്രൊജസ്റ്ററോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത എന്താ? മെൻസ്ട്രൽ സൈക്കിൾ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മെൻസ്ട്രൽ സൈക്കിൾ. അതായത് ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ലെങ്കിൽ ഓവൻ ഡീഗ്രേഡ് ചെയ്യും, ഓവൻ ബ്രേക്ക് ചെയ്തിട്ട് പുറത്തോട്ട് വരും. ഇതിനാണ് എന്ത് പറയാ? മെൻസ്ട്രുവേഷൻ എന്ന് പറയാം. അടുത്ത എന്താ? ഇംപ്ലാന്റേഷൻ ഓഫ് എംബ്രിയോ ഇൻ ദ യൂട്രസ്. സപ്പോസ് ഫെർട്ടിലൈസേഷൻ നടന്നു, ഈ ഓവം ഇനി എന്താവും?
ഫെർട്ടിലൈസേഷന് ശേഷം എന്താവും, മെയിൽ ഗാമീറ്റിനോട് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ആവും. ഒരു സെല്ലുള്ള സൈഗോട്ട് 2 സെല്ലാവും, 4 സെല്ലാവും, 8 സെല്ലാവും, 16 മുതൽ 32 സെല്ലാവുന്ന സമയത്ത് അതൊരു എംബ്രിയോ സ്റ്റേജിലോട്ടൊക്കെ എത്തിയില്ലേ. സോ അത് യൂട്രസിന്റെ വാളിലോട്ട് വന്നിട്ട് ഇംപ്ലാന്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രൊജസ്റ്ററോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് എംബ്രിയോ ആയി കഴിഞ്ഞാൽ ആ എംബ്രിയോ യൂട്രസിന്റെ വാൾ വന്നിട്ട് സ്റ്റിക്ക് ചെയ്യും. അവിടെയാണ് എന്ത്, കുഞ്ഞു പിന്നെ വളരുക. അതാണ് എന്ത്, ഗർഭാശയം അഥവാ വൂംബ് എന്ന് പറയുന്നത്, അഥവാ യൂട്രസ്. ഓക്കെ, സോ ഇത്രയാണ് കാര്യങ്ങൾ ഫീമെയിലുള്ള ഹോർമോൺസ്. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ സുപ്പീരിയർ അതോറിറ്റി ആരാ, ഹൈപ്പോതലാമസ്. അതായത് നമ്മൾ പറഞ്ഞു പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ബാക്കിയുള്ള ഗ്ലാൻഡുകളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇനി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആരെ കൺട്രോളിലാ, ഹൈപ്പോതലാമസിന്റെ കൺട്രോളിൽ. ആരെ കൺട്രോളിൽ, ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ആണ് പിറ്റ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യുക. പിറ്റ്യൂട്ടറി ആണ് ബാക്കിയുള്ള ഗ്ലാൻഡുകളെ കൺട്രോൾ ചെയ്യുക. ഓക്കെ, ഏതുപോലെ ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടാവും അല്ലേ, രാജാവാണ് ആര്, നമ്മുടെ ഹൈപ്പോതലാമസ്. മന്ത്രിയാണ് ആര്, നമ്മുടെ പിറ്റ്യൂട്ടറി. സോ ഡയറക്റ്റ് ആയിട്ട് ആരെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, പിറ്റ്യൂട്ടറിനെ. ഇനി മന്ത്രി ആയിട്ടുള്ള പിറ്റ്യൂട്ടറി ആണ് എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള ഗ്ലാൻഡുകളെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, സോ അതുപോലെ ഇനി എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചെന്നിട്ട് എക്സാമിൽ ചെന്നിട്ട് ഹൈപ്പോതലാമസ് കിങ് എഴുതി വെക്കല്ലേ പ്ലീസ്, അത് പൊട്ടതെറ്റാ. ഇനി നോക്കിയേ ഒരു കാര്യം, എങ്ങനെയാണ് നമ്മുടെ പിറ്റ്യൂട്ടറിനെ ഹൈപ്പോതലാമസ് കൺട്രോൾ ചെയ്യുന്നത്, റിലീസിങ്ങും ഇൻഹിബിറ്ററി ഹോർമോൺസ് യൂസ് ചെയ്തിട്ട്. അതായത് നമ്മുടെ ഹൈപ്പോതലാമസ് റിലീസിങ് ഹോർമോൺ വരും. ആ റിലീസിങ് ഹോർമോൺ പിറ്റ്യൂട്ടറിയിൽ എത്തി കഴിഞ്ഞാൽ പിറ്റ്യൂട്ടറിക്ക് സ്റ്റിമുലേഷൻ കിട്ടി. സോ പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഹോർമോൺസിനെ റിലീസ് ചെയ്യും. ഏത് ഹോർമോൺസിനെ, ട്രോപ്പിക് ഹോർമോൺസിനെ. ആ ട്രോപ്പിക് ഹോർമോൺസിന് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഗ്ലാൻഡുകൾ എത്തിക്കഴിഞ്ഞാൽ അവരെയും സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറിനെയും ദെയർ ബൈ ബാക്കിയുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡുകളെയും കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ പ്രൊഡക്ഷൻ നിർത്തുന്നത്. സപ്പോസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്ന് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഹൈപ്പോതലാമസിന് എന്ത് വരും, റിലീസിങ് ഹോർമോൺ. നേരെ ഇങ്ങോട്ട് വരും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിക്ക്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് അപ്പോൾ എന്ത് റിലീസ് ചെയ്യും, TSH റിലീസ് ചെയ്യും. സോ TSH എവിടെ എത്തും, തൈറോയിഡ് ഗ്ലാൻഡിലെത്തും. സോ തൈറോയിഡ് ഗ്ലാൻഡിൽ TSH എത്തിക്കഴിഞ്ഞാൽ തൈറോയിഡ് ഗ്ലാൻഡിൽ സ്റ്റിമുലേഷൻ കിട്ടി. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്ന് തൈറോക്സിൻ സെക്രീറ്റ് ചെയ്യും. ഇനി ആവശ്യത്തിന് തൈറോക്സിനായി, ഇനി തൈറോക്സിന്റെ പ്രൊഡക്ഷൻ നിർത്തണമെങ്കിൽ നമ്മുടെ ഹൈപ്പോതലാമസിന് അടുത്ത ഹോർമോൺ വരും. ഏതാ, ഇൻഹിബിറ്ററി ഹോർമോൺ. ഏത് ഹോർമോൺ, ഇൻഹിബിറ്ററി ഹോർമോൺ. ആ ഇൻഹിബിറ്ററി ഹോർമോൺസ് നേരെ പിറ്റ്യൂട്ടറിയിലോട്ട് എത്തും. അപ്പോൾ പിറ്റ്യൂട്ടറിയിൽ നിന്ന് നേരത്തെ റിലീസ് ചെയ്തിരുന്ന TSH ഇല്ലേ, അത് ബ്ലോക്ക് ചെയ്യും. അതായത് പിന്നെ TSHനെ പിറ്റ്യൂട്ടറിയിൽ നിന്ന് റിലീസ് ചെയ്യൂലാന്ന്. ദെയർ ബൈ നമ്മുടെ തൈറോക്സിന്റെ ലെവൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ തൈറോക്സിന്റെ സ്റ്റിമുലേഷൻ എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്യും. ഓക്കെ, സോ ഹൈപ്പോതലാമസ് ആണ് എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ പ്രൈം അതോറിറ്റി. അത് എങ്ങനെയാ കൺട്രോൾ ചെയ്യുന്നത്, പിറ്റ്യൂട്ടറിനെ കൺട്രോൾ ചെയ്തിട്ട്. എന്തിന്റെ ബേസിൽ, അല്ലെങ്കിൽ എന്തിന്റെ ഹെൽപ്പോട് കൂടിയിട്ട്, റിലീസിങ്ങും ഇൻഹിബിറ്ററി ഹോർമോൺസിന്റെ ഹെൽപ്പോട് കൂടിയിട്ട്. ഓക്കെ, ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇത്രയാണ് നമ്മുടെ ഹ്യൂമൻ ബീങ്സിൽ വരുന്ന ഹോർമോണും കാര്യങ്ങളും. ഇനി നമുക്ക് നോക്കേണ്ടത് ആനിമൽസിൽ വരുന്ന ചില ഹോർമോൺസ് അഥവാ കെമിക്കൽസിനെ കുറിച്ചിട്ടാണ്. അതിനെ നമ്മൾ എന്ത് വിളിക്കും, ഫെറമോൺസ് എന്ന് വിളിക്കും. അതായത് നമുക്കറിയാം, ഒരു സ്ഥലത്ത് ഫുഡ് അവൈലബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ഉറുമ്പെത്തും അല്ലേ. എങ്ങനെയാണ് അത് എത്തുന്നത്, ആരവർക്കൊക്കെ മെസ്സേജ് പാസ് ചെയ്ത് കൊടുത്തത്. അതുപോലെ ഒരു പാത്തിൽ ഡേഞ്ചർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഇവർക്ക് മനസ്സിലാവുന്നത്, ഇവരെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ആനിമൽസ് തമ്മിൽ, ഫെറമോൺസിന്റെ യൂസോട് കൂടിയിട്ട്. അതായത് ആനിമൽസ് സെക്രീറ്റ് ചെയ്യുന്ന സെർട്ടൻ കെമിക്കൽസ് ആണെന്ത്, ഫെറമോൺസ്. അതിന് എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്തിനാണ് ഇവർ ഇത് സെക്രീറ്റ് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട്, മെയ്റ്റ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഫുഡിന്റെ അവൈലബിലിറ്റി അറിയിക്കാൻ വേണ്ടിയിട്ട്, പാത്ത് തീരുമാനിക്കാൻ, ഏത് വഴിയിൽ സഞ്ചരിക്കണമെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഡേഞ്ചർ സിഗ്നൽ ചെയ്യാൻ, ഇങ്ങനെ ഒരുപാട് കാര്യത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആനിമൽസ് ഫെറമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുണ്ട്. മസ്ക് ഡിയറിലുള്ള മസ്കോൺ, അതായത് കസ്തൂരി മാനിലുള്ള കസ്തൂരി. അടുത്തത് എന്താണ്, സിവറ്റ് കാറ്റിലുള്ള സിവറ്റോൺ. പോക്കാമ്പൂച്ച എന്നൊക്കെ കേട്ടിട്ടുണ്ടോ, അതാണ് നമ്മുടെ സിവറ്റ് കാറ്റ്. അതിലുള്ള ഒരു ഫെറമോൺ ആണിത് സിവറ്റോൺ. അടുത്തെന്താണ്, ഫീമെയിൽ സിൽക്ക് മോത്തിലുള്ള ബോംബിക്കോൾ. സോ ഇതൊക്കെ ഇവർ സെക്രീറ്റ് ചെയ്യുന്ന ഫെറമോൺസ് ആണ്. ഓക്കെ, ഇതിന് പുറമെ ഇവരുണ്ടല്ലോ കൂട്ടമായിട്ടല്ലേ ജീവിക്കുക, കോളനിയിലല്ലേ ജീവിക്കുക. നിങ്ങൾ ഹണി ബീസിനൊക്കെ കണ്ടിട്ടില്ലേ, അവരിങ്ങനെ ജീവിക്കാൻ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്, ഇതുപോലുള്ള ഫെറമോൺസ് ആണ് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പ്ലാന്റ് ഹോർമോൺസിനെ കുറിച്ചിട്ടാണ്. സോ മെയിൻലി 5 ഹോർമോൺസ് നമുക്ക് പ്ലാന്റിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് നമുക്ക് ഗിബറലിൻ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്കറിയാം, ഒരു സീഡ് മുളച്ചിട്ടാണ് അല്ലേ ഒരു പ്ലാന്റ് ഉണ്ടാവുക. സോ ആ സീഡ് മുളയ്ക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജെർമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലുള്ള സ്റ്റോർഡ് ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്യണം. അതായത് ഒരു സീഡിൽ എങ്ങനെയായാലും ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാ, ജെർമിനേഷന് വേണ്ടിയിട്ട്. സോ ആ ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി റിലീസ് ചെയ്യണ്ടേ, അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് ആര്, നമ്മുടെ ഗിബറലിൻ. ഓക്കെ അല്ലേ. അതുപോലെ ഒരു പരിപാടിയും കൂടെ ഉണ്ട്, ലീഫ് സ്പ്രൗട്ട് ചെയ്യാം. ജെർമിനേഷൻ നടത്തുക മാത്രമല്ല, അത് ജെർമിനേറ്റ് ചെയ്ത് വന്നിട്ട് അതിന് ലീഫ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അഥവാ ലീഫിന്റെ സ്പ്രൗട്ടിങ്. അടുത്തതാരാ, ഓക്സിൻ. അപ്പൊ നമ്മൾ ഗിബറലിൻ തീർത്തു. അടുത്തതാരാണ്,
ഓക്സിന്റെ ഫംഗ്ഷൻ എന്താ? സെൽ ഗ്രോത്ത്, സെൽ ഇലോങ്ങേഷൻ, അതുപോലെ തന്നെ പ്രൊമോട്ടിംഗ് ദ ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ്, അതുപോലെ ഫ്രൂട്ട് ഫോർമേഷൻ. ഓരോന്ന് പറഞ്ഞുതരാം. സെൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സെല്ലിന് വളർച്ച. എന്താ സെൽ ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ? സെല്ല് നീളം വെക്കുക. ഒരു പ്ലാന്റ് അതേ സൈസിലാണോ വെക്കുക? അല്ല, പ്ലാന്റ് വലുതാവൂലേ. ഗ്രോത്ത് ഉണ്ടാവുന്നതിനോടൊപ്പം തന്നെ സെൽ ഇലോങ്ങേറ്റ് ആവും, നീളം വെച്ച് തുടങ്ങും. ഓക്കെ അല്ലേ? അടുത്തതാണ് ടെർമിനൽ ബഡ് ഫോർമേഷന് പ്രൊമോട്ട് ചെയ്യാൻ. എന്താ ടെർമിനൽ ബഡ് എന്ന് പറഞ്ഞാൽ? ഞാൻ ഒരു ഡയഗ്രം വരച്ച് കാണിച്ചു തരാം. സപ്പോസ് ഇതൊരു സ്റ്റെം ആണെന്നുണ്ടെങ്കിൽ, സ്റ്റെം മുകളിലോട്ട് വളരണമെന്നുണ്ടെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ബഡാണ് ടെർമിനൽ ബഡ്. അല്ലാണ്ട് ബഡിൽ നിന്ന് ഫ്ലവർ മാത്രമല്ല വരിക. അങ്ങനെ ഒരു മിസ്കൺസെപ്റ്റ് ഉണ്ട്. ബഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു പുതിയൊരാൾ വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ ടെർമിനൽ ബഡ് എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് ബാക്കി ഗ്രോത്ത് കൊണ്ടുവരുന്ന ആളാണ്. ഓക്കെ, അതാണ് ടെർമിനൽ ബഡ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ഇടക്കിടക്ക് എടുത്ത് ചോദിക്കുന്നതാണ്, ഫ്രൂട്ട് ഫോർമേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഓക്സിനാണ്. ഓക്കെ, ഫ്രൂട്ട് ഫോർമേഷൻ ആരാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിനാണ്. ബട്ട് ഫ്രൂട്ട് പഴുപ്പിക്കുന്നത് എത്തിലീനാണ്. ഫ്രൂട്ട് ഫോം ചെയ്യിക്കുന്നതാണ് ആര്? ഓക്സിൻ. പഴുപ്പിക്കുന്നത് എത്തിലിൻ. അത് നമുക്ക് വരാം, അതിലോട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി മൂന്നാമത്തെ ആളാരെ നോക്കിയേ, സൈറ്റോകൈനിൻ. സൈറ്റോകൈനിന്റെ ഫംഗ്ഷൻ എന്താണെന്നറിയോ? 3C. സി ഫോർ സെൽ ഗ്രോത്ത്, സി ഫോർ സെൽ ഡിവിഷൻ ആൻഡ് സി ഫോർ സെൽ ഡിഫറൻസിയേഷൻ. എന്താ സെൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ? സെല്ലിന്റെ വളർച്ച. അടുത്ത എന്താണ്? സെൽ ഡിവിഷൻ. ഒരു സെല്ല് രണ്ടായിട്ട് മാറാം, അതിനാണ് സെൽ ഡിവിഷൻ എന്ന് പറയാം. അടുത്തതാണ് സെൽ ഡിഫറൻസിയേഷൻ. വാട്ട് യു മീൻ ബൈ ഡിഫറൻസിയേഷൻ? ഒരു സീഡിൽ നിന്ന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെല്ലുകൾ അതിൽ ഫോം ചെയ്തിട്ടില്ലേ? റൂട്ട് ഫോം ചെയ്യുന്നുണ്ട്, ലീഫ് ഫോം ചെയ്യുന്നുണ്ട്, സ്റ്റെം എന്ന് തുടങ്ങിയിട്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെല്ലുകൾ അതിൽ ഫോം ചെയ്യുന്നുണ്ട്. ഒരു ടൈപ്പ് സെല്ലിൽ നിന്ന് എങ്ങനെയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെല്ല് ഫോം ചെയ്തത്? അതാണ് സെൽ ഡിഫറൻസിയേഷൻ. ഒരു ടൈപ്പിൽ നിന്ന് വേറെ ടൈപ്പിലോട്ട് സെല്ല് മാറുന്നതിനാണ് എന്ത് പറയാ? സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 3C ഓർത്ത് വെക്കാം കേട്ടോ. സൈറ്റോകൈനിന് സി ഫോർ സെൽ ഗ്രോത്ത്, സി ഫോർ സെൽ ഡിവിഷൻ ആൻഡ് സി ഫോർ സെൽ ഡിഫറൻസിയേഷൻ. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മൾ സീഡ് വന്നു, സീഡ് ജെർമിനേറ്റ് ചെയ്ത് അതിൽ ലീഫ് വന്നു, എന്നിട്ടോ അത് വളർച്ചയൊക്കെ എത്തി അതിലോട്ട് ഫ്രൂട്ട് ഫോം ചെയ്ത് ഇങ്ങനെ സെൽ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടന്ന് ഇനി എന്തുണ്ടാവണം? നമുക്ക് ഫ്രൂട്ട് ഉണ്ടായി, ഫ്രൂട്ട് പഴുക്കണ്ടേ? ഫ്രൂട്ട് പഴുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആര്? എത്തിലിൻ. എത്തിലിന്റെ ഫംഗ്ഷൻ ആണ് എന്ത്? റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട് ആൻഡ് ലീഫ്. ലീഫും ഫ്രൂട്ടും പഴുപ്പിക്കുന്ന ആരാ? എത്തിലിനാ. ഇനി എക്സസ് ആയിട്ട് എത്തിലിൻ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഡ്രോപ്പിംഗ് ഓഫ് ലീഫ് ആൻഡ് ഫ്രൂട്ട്. അതായത് നമുക്കറിയാം മാവിലൊക്കെ ചെറിയ ചെറിയ കണ്ണിമാങ്ങ വീഴല്ലേ വാടിയിട്ട്? അതിന്റെ റീസൺ എന്താ? മേ ബി എത്തിലിൻ കൂടിയത് കൊണ്ടാവാം. ഓക്കെ, എത്തിലിൻ കൂടി കഴിഞ്ഞാലും എന്ത് സംഭവിക്കാം? ഫ്രൂട്ടും ലീഫും ഒക്കെ വാടി വീഴും. ഓക്കെ, ഇതാണ് എത്തിലിൻ. അടുത്തതാണ് ആര്? ആബ്സിസിക് ആസിഡ്. അതിന്റെ ഫംഗ്ഷൻ ആണ് എന്ത്? ഡോർമൻസി ഓഫ് എംബ്രിയോ, അതുപോലെ തന്നെ ഡ്രോപ്പിംഗ് ഓഫ് റൈപ്പൻഡ് ഫ്രൂട്ട്സ് ആൻഡ് ലീഫ്. എന്താ ഡോർമൻസി ഓഫ് എംബ്രിയോ എന്ന് പറഞ്ഞാൽ? അതായത് ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിച്ചോ, അവർക്ക് ഫേവറബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിച്ചോ, ക്ലൈമറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാക്ടർ സ്യൂട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വളർച്ച കിട്ടോ? ഇല്ല, അത് ഡെഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഒരു പീരിയഡിൽ അതിനെ ഡോർമൻസി കീപ്പ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? ആബ്സിസിക് ആസിഡ്. ഓക്കെ, അതുപോലെ പഴുത്ത ഫ്രൂട്ടും ലീഫും ഒക്കെ എന്ത് ചെയ്യണം? ഫോൾ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ നിലത്തോട്ട് വീഴണം. ഇനി ഈ ലീഫ് പഴുക്കുന്ന എന്തിനാ, അല്ലെങ്കിൽ എന്തിനാ പഴുത്ത ലീഫ് നിലത്തോട്ട് വീഴുന്നത്? അതൊരു വേസ്റ്റ് റിമൂവിന്റെ മെത്തേഡ് ആട്ടോ. അതായത് ലീഫ് പഴുക്കുന്ന സമയത്ത് ഒരുപാട് വേസ്റ്റ് അതിലോട്ട് റിമൂവ് അല്ലെങ്കിൽ അതിലോട്ട് ആഡ് ചെയ്യും. ആ ഇല പൊഴിയുന്ന സമയത്ത് അതിലൂടെ ഒരുപാട് വേസ്റ്റ് എന്താവുന്നുണ്ട്? പ്ലാന്റിന്റെ ബോഡിയിൽ നിന്ന് റിമൂവ് ആവുന്നുണ്ട്. ഓക്കെ, ഇതാണ് ആബ്സിസിക് ആസിഡ്. ഓക്കെ, സോ നമ്മൾ എന്ത് പഠിച്ചു? ആബ്സിസിക് ആസിഡ് പഠിച്ചു, അതുപോലെ തന്നെ എത്തിലിൻ പഠിച്ചു, സൈറ്റോകൈനിൻ പഠിച്ചു, ഓക്സിൻ പഠിച്ചു, അതുപോലെ ഗിബർലിൻ പഠിച്ചു. ഇനി ഇതിന്റെ ഒക്കെ സ്ട്രക്ചർ മനസ്സിലാക്കിയാൽ നമുക്ക് ഇതിന്റെ ഫംഗ്ഷനൊക്കെ ഓൾറെഡി അറിയാം. ഇനി ഇതിന്റെ കെമിക്കൽ സ്ട്രക്ചർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് ആർട്ടിഫിഷ്യലി സിന്തസൈസ് ചെയ്തൂടെ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ് ചെയ്തൂടെ? അങ്ങനെ അഗ്രികൾച്ചർ സെക്ടറിൽ യൂസ് ചെയ്തൂടെ? അങ്ങനെയാണെങ്കിൽ ഒരുപാട് വിളവ് കിട്ടൂലേ? അങ്ങനെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് പ്ലാന്റ് ഹോർമോൺസിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്, ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഹോർമോൺസ്. ഓക്കെ, എങ്ങനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ ഹോർമോൺസിന്റെ ഒക്കെ സ്ട്രക്ചർ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇവരെ ആർട്ടിഫിഷ്യലി സിന്തസൈസ് ചെയ്യുന്നു ലാബുകളിൽ. സോ നമുക്ക് ഇതിൽ ആദ്യം പഠിക്കാനുള്ളത് ഓക്സിനെ കുറിച്ചിട്ടാണ്. ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഓക്സിൻ എന്തിനാ യൂസ് ചെയ്യുന്നത് നോക്കിയേ? പ്രിവെന്റ് ദ ഡ്രോപ്പിംഗ് ഓഫ് പ്രീമച്വർ ഫ്രൂട്ട്. ഫ്രൂട്ട്സ് എങ്ങാനും മെച്വർ ആവാണ്ട് വീണ് പോകുന്നുണ്ടെങ്കിൽ അതാര് പ്രിവെന്റ് ചെയ്തോളും? ഓക്സിൻ. അതുപോലെ തന്നെ സ്പ്രൗട്ടിംഗ് ഓഫ് ഫ്രൂട്ട് ആസ് എ വീഡിസൈഡ്. അതായത് നമുക്കറിയാം ഒരു പ്ലാന്റിൽ റൂട്ട് ഫോം ചെയ്യണം അല്ലേ? സോ സ്പ്രൗട്ടിംഗ് ഓഫ് റൂട്ട് എന്ന ഫംഗ്ഷനും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഓക്സിൻ. ഏത് ഓക്സിൻ? ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഓക്സിൻ. ഓക്കെ, അതുപോലെ വീഡിസൈഡ് ആയിട്ടും ആക്ട് ചെയ്യും. വാട്ട് യു മീൻ ബൈ വീഡ്? നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് വേണ്ടാത്ത കുറെ പുല്ലൊക്കെ മുളച്ച് വരും അല്ലേ? അതിനാണ് വീഡ് അഥവാ കള എന്ന് പറയാം. സോ ആ വീടിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? വീഡിസൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ആർട്ടിഫിഷ്യൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓക്സിൻ എന്തായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? വീഡിസൈഡ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അടുത്തതാരാ? ഗിബർലിൻ. ഗിബർലിൻ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഫ്രൂട്ട് സൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആരിലൊക്കെ? ഗ്രേപ്സിലും ആപ്പിളിലും ഒക്കെ.
അതുപോലെ തന്നെ നമ്മൾ റൈപ്പനിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യും. അതുപോലെ റൈപ്പനിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. എന്തിനാ റൈപ്പനിങ് പ്രിവെന്റ് ചെയ്യുന്നത്? സപ്പോസ് ഇപ്പോൾ ഒരു ഫ്രൂട്ട് മാർക്കറ്റിൽ എല്ലായിടത്തും അവൈലബിൾ ആണെന്ന് വിചാരിച്ചു. ദാറ്റ് മീൻസ് എല്ലാ സ്ഥലത്തും ഈ ഫ്രൂട്ട് എല്ലാവർക്കും കിട്ടാനുണ്ട്. അപ്പോൾ അതിന്റെ ഡിമാൻഡോ കുറയും, പ്രൈസോ കുറയും. സോ ഡിമാൻഡ് കുറയുന്നതിനനുസരിച്ചിട്ട് പ്രൈസും കുറയൂലേ? എന്നാൽ നമ്മൾ ഈ സമയത്ത് എന്ത് ചെയ്യുന്നു? ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഗിബറിൻ യൂസ് ചെയ്തിട്ട് റൈപ്പനിങ് പ്രിവെന്റ് ചെയ്യും. അതിനെ പഴുക്കാൻ സമ്മതിക്കില്ല. എന്നിട്ട് മാർക്കറ്റിലുള്ള അവൈലബിലിറ്റി ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ആരെടുത്ത് ഈ സാധനം ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് മാർക്കറ്റിലോട്ട് ഇറക്കും. അപ്പോൾ ആ സമയത്ത് ഇതിന്റെ ഡിമാൻഡ് എന്തായി? കൂടി. അപ്പോൾ പ്രൈസ് ഹൈക്കും ഉണ്ടാവില്ലേ? നമുക്ക് നന്നായിട്ട് ലാഭം കൊയ്യാം. ഓക്കെ അല്ലേ? അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ആർട്ടിഫിഷ്യൽ ഗിബറിൻ. മെയിൻലി 2 പർപ്പസ് ആണ്. ഒന്ന്, ഫ്രൂട്ട് സൈസ് ഇൻക്രീസ് ചെയ്യുക. ഏതിലൊക്കെ? ഗ്രേപ്സിലും ആപ്പിളിലും. അതുപോലെ തന്നെ റൈപ്പനിങ് പ്രിവെന്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാ? മാർക്കറ്റിങ്ങിനും വേണ്ടിയിട്ട്. അടുത്തതാണ് എന്ത്? എത്തിലിൻ. എത്തിലിൻ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന സമയത്ത് എല്ലാ പ്ലാന്റ്സിലും അറ്റ് എ ടൈം ഫ്ലവറിങ് നടക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഫ്ലവറിങ് ഓഫ് പൈനാപ്പിൾ പ്ലാന്റ്സ് അറ്റ് എ ടൈം. ഓക്കെ അല്ലേ? അതുപോലെ റൈപ്പനിങ് ഓഫ് ടൊമാറ്റോ, ലെമൺ, ഓറഞ്ച്. അതായത് ടൊമാറ്റോയും ലെമണും ഓറഞ്ചും ഒക്കെ പഴുപ്പിക്കാനും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? എത്തിലിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എത്തിലിൻ എന്ന് പറയുന്നത് എത്തിഫോൺ എന്നുള്ള രൂപമാണ്. അഥവാ എത്തിഫോൺ എന്നുള്ള ഫോമിലാണ് ഇന്ന് മാർക്കറ്റിൽ എത്തിലിൻ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ എത്തിഫോൺ ലിക്വിഡ് ഫോമാണ്. നമ്മുടെ പ്ലാന്റ്സിലുള്ള ഈ പറയുന്ന എത്തിലിൻ എന്താ? കെമിക്കൽ അല്ലേ? അത് ഒരു ഗ്യാസ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഈ പറയുന്ന എത്തിഫോണോ ലിക്വിഡ് സ്റ്റേറ്റിൽ. അത് എന്തായിട്ട് ട്രാൻസ്ഫോം ആയിക്കോളും? എത്തിലിനായിട്ട് ട്രാൻസ്ഫോം ആയിക്കോളും. ഓക്കെ അല്ലേ? ഇനി ഇത് റബ്ബർ ട്രീയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നന്നായിട്ട് ലാറ്റസ് പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും. ഓക്കെ അല്ലേ? ഇതാണ് എത്തിലിൻ. ഇനി ഒരാളും കൂടെ ഉണ്ടാരാ? ആബ്സിസിക് ആസിഡ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? ഹാർവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. നമ്മളൊരു കൃഷി ചെയ്യുന്ന സമയത്ത് ഫ്രൂട്ട്സ് ഒക്കെ ഒരേ സമയത്ത് ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആബ്സിസിക് ആസിഡ് യൂസ് ചെയ്യും. സോ ഇത്രയാണ് നമ്മളെ ചാപ്റ്റർ. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്ത് തീർത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ റിവൈസ് ചെയ്ത് കാണാം കേട്ടോ. MCQും അതുപോലെ തന്നെ എക്സാം ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. വരാനിരിക്കുന്ന എക്സാമും ഈസി ആയിരിക്കും ഓഫ് കോഴ്സ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.